വിശദമായ വാർത്തയിലേക്ക്. ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ സംസ്ഥാനത്തെ അക്രമങ്ങളുടെ പേരിലും സർക്കാരും NSSഉം നേർക്കുനേർ. കലാപത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന് NSS ആരോപിച്ചു. സമാധാനമായി പരിഹരിക്കാവുമായിരുന്ന പ്രശ്നം സങ്കീർണമാക്കിയതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് മാത്രമാണെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എന്നാൽ NSSന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സർക്കാരും CPMഉം രംഗത്തെത്തി. NSS പ്രസ്താവന BJPയെ സഹായിക്കാനാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചപ്പോൾ സംഘപരിവാറിനെ സംരക്ഷിക്കുന്ന നിലപാട് NSS തിരുത്തണമെന്ന് EP ജയരാജൻ പ്രതികരിച്ചു. സംസ്ഥാനത്ത് കലാപത്തിന് കാരണം സർക്കാരാണെന്നാണ്. അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും അത് വിശ്വസിക്കുമോ? യഥാർത്ഥത്തിൽ അദ്ദേഹം കലാപകാരികളെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. NSSനെ പോലുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനം അത്തരമൊരു പ്രോത്സാഹനം കലാപം നടത്തുന്നവർക്ക് നൽകാൻ വേണ്ടി പാടുണ്ടോ? RSSനെയും BJPയെയും സഹായിക്കാൻ NSSനെ പോലെയുള്ള ഒരു സംഘടന ഇത്രമാത്രം നിലവാരമില്ലാത്ത പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു. അവർ വലിയ വലിയ പാളിച്ചകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തെറ്റ് തിരുത്തി ശരിയായ നിലപാടിലേക്ക് പോകുന്നതായിരിക്കും അവർ നല്ലത്. RSSന്റെ ഭീഷണിക്കും RSSന്റെ സമ്മർദ്ദങ്ങൾക്കും കേന്ദ്രഭരണത്തിൻ്റെ ഭീഷണിക്കും ഭയന്ന് NSSനെ കൊണ്ട് ഇത്തരമൊരു പ്രസ്താവന ചെയ്യിപ്പിക്കുന്നത് ഒരിക്കലും NSSനെ പോലെയുള്ള ഒരു സംഘടനയ്ക്ക് യോജിച്ചതേയല്ല. NSS സമദൂരത്തിലല്ല കാര്യങ്ങൾ കാണുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ആരോപിച്ചു. NSS ഒരു സമുദായ സംഘടന എന്നുള്ള നിലയിൽ നാട്ടിലെ ഉണ്ടാകുന്ന സംഭവങ്ങളെ നോക്കിക്കാണുന്നത് ശരിയായ രീതിയിലാണെങ്കിൽ, സമദൂരത്തിൽ ആണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകുകയില്ല. വിശ്വാസി അവിശ്വാസി എന്ന സമൂഹത്തെ വേർതിരിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് ആ കാലമൊക്കെ കേരളത്തിൽ കഴിഞ്ഞുപോയി എന്ന് അവർ വലിയ താമസമില്ലാതെ തന്നെ തിരിച്ചറിയും. ആരാധനാലയങ്ങളെ പോലും CPMഉം BJPയും വെറുതെ വിടുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംസ്ഥാന ഗവൺമെന്റിനെ ആരെങ്കിലും എതിർത്താൽ അവരെയെല്ലാം സംഘപരിവാറായി ചിത്രീകരിക്കുകയാണ്. ഇത് RSSനെയും BJPയെയും ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ്. കേരളത്തെ വർഗീയവൽക്കരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇവിടെ സർക്കാരിൻ്റെ നടപടികളെ ആരെങ്കിലും എതിർത്താൽ അവരെല്ലാം RSSും സംഘപരിവാറുമായി മാറ്റുന്ന ഒരു പുതിയ ശൈലി CPM കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ RSSനെ ശക്തിപ്പെടുത്താനും BJPയെ ശക്തിപ്പെടുത്താനും CPM ആഗ്രഹിക്കുന്നു. ജനാധിപത്യ ശക്തികളെ ദുർബലപ്പെടുത്താനും അതുവഴി RSSനും BJPയെയും ശക്തിപ്പെടുത്താനുമുള്ള ശ്രമമാണ് CPM നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുക. അത് കേരളത്തിൽ വിലപ്പോകാൻ പോകുന്നില്ല. ശബരിമല സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ അക്രമ സംഭവങ്ങൾ അവസാനിക്കുന്നില്ല. പാലക്കാട് DYFI പ്രവർത്തകന് വെട്ടേറ്റു. കണ്ണൂർ തലശ്ശേരിയിലും പാട്യത്തും BJP ഓഫീസുകൾ ആക്രമിച്ചു. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബ് എറിഞ്ഞതായി ബന്ധപ്പെട്ട് 7 BJP പ്രവർത്തകരെയും പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറിയെയും അറസ്റ്റ് ചെയ്തു. സംഘർഷങ്ങളിൽ സംസ്ഥാനത്ത് ഇതുവരെ 5397 പേർ അറസ്റ്റിലായതായി പോലീസ്. വിവിധ ജില്ലകളിൽ അശാന്തി പടർത്തി അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ DYFI പ്രവർത്തകന് വെട്ടേറ്റു. കുറ്റിക്കോട്ട് പാന്തോട്ടത്തിൽ ഷബീർ അലിക്കാണ് വെട്ടേറ്റത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വീട്ടിൽ കയറി വെട്ടുകയായിരുന്നു. BJP പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ 6 CPM പ്രവർത്തകർ അറസ്റ്റിലായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിന്റെ ഡ്രൈവർ സുധീഷും അറസ്റ്റിലായിട്ടുണ്ട്. കണ്ണൂരിൽ NGO യൂണിയൻ കൌൺസിലർ P. വിമൽകുമാറിന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. കൊളശ്ശേരി വാച്ചിമുക്കിലെ വീടിന് പുലർച്ചെയാണ് ബോംബെറിഞ്ഞത്. വീടിന്റെ ജനൽ ഗ്ലാസുകൾ തകർന്നു. വീടിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ ഇരുത്തിഭാഗം തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനവാതിലുകൾ തകർന്നു പോയിട്ടുണ്ട്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ കേസിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേർ റിമാൻഡിലാണ്. പ്രധാന പ്രതിയും RSS ജില്ലാ പ്രചാരകനുമായ പ്രവീണിനെ സഹായിച്ചവരും അക്രമം നടത്തിയവരുമാണ് അറസ്റ്റിലായത്. പ്രവീണിന്റെ സഹോദരൻ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവമോർച്ച തലശ്ശേരി മണ്ഡലം പ്രസിഡന്റിന്റെ വീടിന് നേരെ രാത്രിയിൽ ബോംബേറുണ്ടായി. വീടിന്റെ ജനൽ ചില്ല് തകർന്നു.
പാട്യം പത്തായക്കുന്നിലെ BJP ഓഫീസിന് നേരെയും അക്രമമുണ്ടായി. പുലർച്ചെ 1 മണിയോടെ ഓഫീസിന് നേരെ ഒരു സംഘം കല്ലെറിയുകയായിരുന്നു. ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാളെ വൈകിട്ട് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പേരാമ്പ്രയിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു. മാണിക്കോത്ത് ബ്രാഞ്ച് സെക്രട്ടറി അതുൽദാസിനെ മതസ്പർദ്ധ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ചെയ്തത്. വർഗീയത പരത്തുന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് DGPയുടെ നിർദ്ദേശം. സമാധാന യോഗങ്ങളും ചർച്ചകളും നടക്കുമ്പോഴും കണ്ണൂരും പാലക്കാടും സംഘർഷങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. പാലക്കാട് ജില്ലയിൽ നിന്നും മാത്രം 426 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിൽ നിന്നും മനു ഭരത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ശബരിമല വിഷയത്തിൽ വ്യാപക അക്രമങ്ങൾ ഉണ്ടായ പത്തനംതിട്ട ജില്ല ശാന്തമാകുന്നു. അക്രമം അരങ്ങേറിയ സ്ഥലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കി. 2 ദിവസത്തിനിടെ 222 പേരെയാണ് കരുതൽ തടങ്കലിലെടുത്തത്. അടൂർ താലൂക്കിൽ നിരോധനാജ്ഞ തുടരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനത്തിനു പിന്നാലെയായിരുന്നു ഹർത്താലും അക്രമ പരമ്പരയും. അക്രമങ്ങളിൽ ഒരു കൊലപാതകം ഉൾപ്പെടെ 412 കേസുകളാണ് പത്തനംതിട്ട ജില്ലയിൽ ചുമത്തിയത്. ഇതിൽ കൂടുതൽ കേസുകൾ നിരോധനാജ്ഞ നിലനിൽക്കുന്ന അടൂർ താലൂക്കിലാണ്. 23 കേസുകളിലായി 172 പ്രതികളുണ്ട്. ഇതിൽ 76 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 ബോംബേറി കേസുകളും പാർട്ടി ഓഫീസുകളും വീടുകളും ആക്രമിച്ചതും ഇതിൽ ഉൾപ്പെടുന്നു. സമാധാനം പുനഃസ്ഥാപിച്ച് പ്രദേശത്തെ ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വിഷയങ്ങളുള്ള ആളുകളുടെ മെജോറിറ്റിയും നമുക്ക് വിഷ്വൽസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റുവേഷൻ ഈസ് പെർഫെക്റ്റ്ലി അണ്ടർ കൺട്രോൾ റൈറ്റ് നൗ. കഴിഞ്ഞ ദിവസത്തിൽ നിരോധനാജ്ഞയ്ക്ക് ശേഷമുള്ള ഡെവലപ്മെന്റ്സ് വളരെ ചുരുക്കം മാത്രമേ. പ്രശ്നപരിഹാരത്തിനായി അടൂരിൽ RDO ഇന്നലെ വിളിച്ച സർവകക്ഷി യോഗത്തിൽ നിന്നും BJP വിട്ടുനിന്നിരുന്നു. എങ്കിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ അടൂരിൽ കാര്യമായ അക്രമ സംഭവങ്ങൾ ഒന്നുമുണ്ടായില്ല. സംഘർഷ സാധ്യതാ മേഖലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അക്രമങ്ങൾ കണക്കിലെടുത്ത് അടൂരിൽ നാളെ വരെ നിരോധനാജ്ഞ തുടരും. ശ്യാം ദേവരാജ്, ന്യൂസ് 18, പത്തനംതിട്ട. ഹർത്താലിനെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളിൽ വിശദമായ റിപ്പോർട്ട് സർക്കാർ ഉടൻ ഗവർണർക്ക് കൈമാറും. നാശനഷ്ടത്തിന്റെ വിശദമായ കണക്ക് ഉൾപ്പെടെയാകും റിപ്പോർട്ട് കൈമാറുക. അക്രമങ്ങളിൽ പ്രതികളായ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകും. അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നെങ്കിലും സമഗ്രമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പോലീസ് റവന്യൂ വകുപ്പുകളോട് പൊതു സ്വകാര്യ സ്വത്തുക്കൾക്കുണ്ടായ നാശനഷ്ട കണക്കുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തമിഴ്നാട്ടിലുള്ള ഗവർണർ ഇന്ന് തിരിച്ചെത്തും. അതിനുശേഷം സർക്കാർ റിപ്പോർട്ട് കൈമാറും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ഗവർണർ ഫോണിൽ കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു. ക്രമസമാധാന നില സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയും കേന്ദ്രത്തിന് റിപ്പോർട്ട് കൈമാറും. അക്രമം നടത്തിയവരുടെ അറസ്റ്റ് 3 ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് DGP ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 10,000 മുതൽ 5 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാവുന്ന തരത്തിലാണ് കേസുകൾ എടുത്തിട്ടുള്ളത്. 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് അറസ്റ്റിലായവർക്കെതിരെ ചുമത്തുന്നതും. എന്നാൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് RSS നേതാവ് പ്രവീൺ ബോംബെറിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും ഇതുവരെ അറസ്റ്റ് ചെയ്യാനാകാത്തതിൽ വിമർശനവും ഉയരുന്നുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. ഹർത്താൽ ദിവസം പൊന്നാനിയിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവരിൽ പോലീസിൽ ജോലിക്ക് പ്രവേശിക്കാനുള്ളയാളും ആശ്രിത നിയമനത്തിലൂടെ ജോലിയിൽ പ്രവേശിക്കാനിരുന്ന പൊന്നാനി കാഞ്ഞിരമുക്ക് സ്വദേശി അരുൺകുമാറാണ് പൊന്നാനി SIയുടെ കൈയൊടിച്ച കേസിൽ റിമാൻഡിലായത്. ഹർത്താൽ ദിവസം പൊന്നാനി CV ജംഗ്ഷനിലായിരുന്നു പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. CIയും SIയും ഉൾപ്പെടെ 7 പോലീസുകാർക്ക് പരിക്കേറ്റു. SI നൌഫലിന്റെ കൈയൊടിഞ്ഞു. 2 സിവിൽ പോലീസുകാർക്കും ഗുരുതരമായി പരിക്കേറ്റു. പോലീസിനെതിരായ ആക്രമണത്തിന് മുഖ്യ പങ്കുവഹിച്ചത് പോലീസിൽ ചേരാനിരിക്കുന്ന BJPയുടെ സജീവ പ്രവർത്തകനായ അരുൺകുമാർ. അന്ന് പോലീസ് പകർത്തിയ വീഡിയോയുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അരുൺകുമാർ പിടിയിലായത്. ഇയാൾക്കെതിരെ വധശ്രമം, പരിക്കേൽപ്പിക്കൽ, സംഘം ചേർന്നുള്ള അക്രമം തുടങ്ങി ജാമ്യം ലഭിക്കാത്ത 9 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസറായിരുന്ന സുന്ദരരാജൻ സർവീസിലിരിക്കെ മരിച്ച സാഹചര്യത്തിലായിരുന്നു മകൻ അരുണിന് നിയമനം ലഭിച്ചത്. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് അരുൺകുമാർ കേസിലകത്താകുന്നത്. സർവീസിൽ പ്രവേശിക്കാനിരിക്കെ പോലീസിനെ തന്നെ ആക്രമിച്ചതിന് പിടിയിലായതോടെ ഇയാളുടെ നിയമനം ഇനി സാധ്യമാകില്ല. അരുൺകുമാറിന് പുറമെ 5 പേർ കൂടി കേസിൽ റിമാൻഡിലാണ്. പൊന്നാനി സബ് ജയിലിലാണ് ഇപ്പോഴിവരുള്ളത്. CV അനുമോദ്, ന്യൂസ് 18, മലപ്പുറം. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നുവെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും സുരക്ഷിതരല്ല. BJP നേതാക്കളെ സർക്കാർ ലക്ഷ്യമിടുകയാണെന്നും സ്മൃതി ഇറാനി ആരോപിച്ചു. The breakdown of law and order in the state of Kerala is such that over 37,000 citizens stand accused of going up against a government in Kerala that is compelled to crush
the spirit of the state of Kerala. Be it a citizen or a Sansad, none are safe in the state of Kerala. ശബരിമല വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് BDJS കേന്ദ്ര സർക്കാരിനെയും BJP കേന്ദ്ര നേതൃത്വത്തെയും സമീപിക്കും. കോടിക്കണക്കിന് വിശ്വാസികളെ ബാധിക്കുന്ന പ്രശ്നം കൂടുതൽ പക്വതയോടെ വേണം കൈകാര്യം ചെയ്യാനെന്ന് തുഷാർ വെള്ളാപ്പള്ളി പ്രസ്താവനയിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വൻ പരാജയമാണ്. സർക്കാർ സ്പോൺസേഡ് അക്രമമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി പ്രസ്താവനയിൽ പറഞ്ഞു. സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് ശബരിമല നട അടച്ച തന്ത്രിയുടെ നടപടി തെറ്റെന്ന് ദേവസ്വം കമ്മീഷണർ N. വാസു. നട അടയ്ക്കണമെങ്കിൽ തന്ത്രിക്ക് ദേവസ്വം ബോർഡിന്റെ അനുമതി വാങ്ങണമെന്നും ദേവസ്വം കമ്മീഷണർ പ്രതികരിച്ചു. ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള ഒരു ക്ഷേത്രമാണ്. അങ്ങനെയുള്ള ശബരിമല ക്ഷേത്രത്തിൽ നടയടയ്ക്കുകയോ ശുദ്ധിക്രിയകൾ നടത്തുകയോ ചെയ്യണമെങ്കിൽ ബോർഡിൻ്റെ അനുമതി ചോദിക്കുകയും അനുമതി വാങ്ങുകയും ചെയ്യണം എന്നാണ് ദേവസ്വം മാനുവലിൽ പറയുന്നത്. സുപ്രീം കോടതി വിധി അനുസരിച്ച് യുവതികൾ വന്നു എന്നുള്ളത് കാരണത്താൽ നടയടക്കുകയും അതിൻ്റെ പേരിൽ ശുദ്ധിക്രിയ ചെയ്യുകയും ചെയ്ത നടപടി തെറ്റാണെന്നാണ് ബോർഡ് വിലയിരുത്തിയത്. സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് ശബരിമലയിൽ ശുദ്ധികലശം നടത്തിയ സംഭവത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരോട് ദേവസ്വം ബോർഡ് വിശദീകരണം തേടി. 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. അതേസമയം ശബരിമല തന്ത്രിയെ മാറ്റാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടെന്ന് ദേവസ്വം മാനുവൽ വ്യക്തമാക്കുന്നു. ശബരിമല നടയടച്ച് ശുദ്ധികലശം നടത്തിയ തന്ത്രിക്കെതിരെ വിമർശനവുമായി മന്ത്രിമാരും CPM നേതാക്കളും രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് വിശദീകരണം ചോദിച്ചത്. തന്ത്രി ദേവസ്വം ബോർഡിന് അതീതനല്ലെന്ന് ഇക്കാര്യം അറിയിച്ച ദേവസ്വം കമ്മീഷണർ N. വാസു പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള ഒരു ക്ഷേത്രമാണ്. അങ്ങനെയുള്ള ശബരിമല ക്ഷേത്രത്തിൽ നടയടയ്ക്കുകയോ ശുദ്ധിക്രിയകൾ നടത്തുകയോ ചെയ്യണമെങ്കിൽ ബോർഡിന്റെ അനുമതി ചോദിക്കുകയും അനുമതി വാങ്ങുകയും ചെയ്യണം. തന്ത്രിയെ മാറ്റാൻ ദേവസ്വം ബോർഡിന് കഴിയുമെന്ന് ദേവസ്വം മാനുവൽ വ്യക്തമാക്കുന്നു. ദേവസ്വം മാനുവൽ പറയുന്നത് ഇങ്ങനെ: തന്ത്രിമാർക്ക് സർക്കാർ ദേവസ്വത്തിൽ തന്ത്രമുള്ളിടത്തോളം കാലം ജോലി സംബന്ധിച്ച മറ്റ് ജീവനക്കാരെ പോലെ വകുപ്പിന്റെ നിയന്ത്രണത്തിന് അധീനമായിരിക്കുന്നതും ഗവൺമെന്റ് നിയമങ്ങൾക്ക് വിധേയമായിരിക്കുന്നതുമാണ്. വ്യക്തമായി പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ മറ്റേത് ജീവനക്കാർക്കുമെതിരെ സ്വീകരിക്കുന്ന ഏതു നടപടിയും തന്ത്രിക്കെതിരെയും സ്വീകരിക്കാൻ നിയമമുണ്ട്. തന്ത്രിയെ നിയമിച്ച ദേവസ്വം ബോർഡിന് മാറ്റാൻ അധികാരമുണ്ടെന്ന ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നതും ഇതാണ്. തന്ത്രിയെ നിയമിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അപ്പോൾ പിന്നെ ഏത് പരിധി വരെ പോകാൻ കഴിയുമെന്നുള്ളത് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും, നിശ്ചയമായിട്ടും, യാതൊരു സംശയമില്ല. അയിത്താചാരത്തിന്റെ പ്രശ്നം അതിനകത്ത് ഉയർന്നിരിക്കുന്നു എന്ന് ആക്ഷേപം ഉന്നയിക്കാൻ ഇടയുള്ളൊരു കാര്യമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അങ്ങനെ കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട സാഹചര്യം വന്നാൽ ഉടൻ പുതിയ തന്ത്രിയെ നിയമിക്കേണ്ടി വരും. മകരവിളക്ക് പൂജയ്ക്കിടയിൽ ഇതിന് പ്രായോഗിക പ്രയാസമുണ്ടോ? ഇതുകൂടി കണക്കിലെടുത്താണ് മറുപടിക്കായി 15 ദിവസം സമയം തന്ത്രിക്ക് നൽകിയത്. ആർ കിരൺ ബാബു, ന്യൂസ് 18, തിരുവനന്തപുരം. ഒരു തരത്തിലുള്ള ഭീഷണിക്കും സർക്കാർ വഴങ്ങില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമാധാനം ഉറപ്പാക്കുക സർക്കാരിന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം? അദ്ദേഹം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ധന്യ, പ്രധാനമായും NSSന്റെ പ്രതികരണം വന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. NSS പ്രധാനമായും പറഞ്ഞത് അക്രമങ്ങൾ തുടരുമ്പോഴും അക്രമത്തിന് ഉത്തരവാദി സർക്കാരാണ് എന്ന മട്ടിലാണ് NSSന്റെ പ്രതികരണം വന്നത്. അതോടൊപ്പം തന്നെ ഈ നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇതിനെതിരെ എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ട സംഘടനകളും വിശ്വാസികളും യോജിക്കണമെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ആഹ്വാനം ചെയ്തിരുന്നു. വിമോചന സമരകാലത്തിന് സമാനമായ ആരോപണവും ആ തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം രൂപപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആരോപണത്തെ ഇടതുമുന്നണി കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ 2 മന്ത്രിമാരും CPMന്റെയും CPIയുടെയും സംസ്ഥാന സെക്രട്ടറിമാരും ഇതിന് മറുപടിയുമായി രംഗത്തെത്തുന്നത്. മുൻ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കടുത്ത മറുപടിയായിരുന്നു, കടുത്ത ഭാഷയിലായിരുന്നു ഇവരെല്ലാം NSSന് മറുപടി നൽകിയത്. RSSന്റെയും BJPയുടെയും താല്പര്യങ്ങളും അജണ്ടയും നടപ്പാക്കാൻ വേണ്ടിയാണ് NSS ശ്രമിക്കുന്നത്. കലാപത്തിലുള്ള ഒപ്പുകൂട്ടുന്നവരെ സഹായിക്കുന്ന നിലപാടാണ് NSS സ്വീകരിക്കുന്നത് തുടങ്ങിയ തരത്തിലായിരുന്നു NSSനെതിരെ ഇവർ പ്രതികരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ഈ കാര്യം വ്യക്തമാക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ആരുടെയും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും കേരളത്തിലെ അക്രമത്തിന്റെ കണക്കുകളടക്കം നിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ആരോപണത്തിന് മറുപടി പറയുന്നത്. ആക്രമണങ്ങളുടെ രാഷ്ട്രീയം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. NSS കിരണിന്റെ ടെലിഫോൺ ബന്ധം
കട്ടായും തോന്നുന്നു. സമാധാനം ഉറപ്പാക്കുക സർക്കാരിന്റെ ബാധ്യതയാണ്. BJPയും RSSും സമാധാനം തകർക്കുന്നുവെന്നുമാണ് പിണറായി പറഞ്ഞിരിക്കുന്നത്. വർഗീയ കലാപമുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ സർക്കാർ അടിച്ചമർത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആർ കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. ഇത് റവന്യൂ ചെലവുകൾക്ക് തികയത്തുള്ളൂ, ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ റീബിൽഡ് കേരളയിൽ മൂലധന ചെലവിനാണ് പ്രാമുഖ്യം വരുന്നത്. അതിനിപ്പോൾ ലോകബാങ്കിൻ്റെയും ADB-യുമായിട്ട് ചർച്ച നടത്തി 7000 കോടിയുടെ പ്രോജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദത്തോടെ പുറത്തുനിന്നെടുക്കുന്ന വായ്പകൾ ധനോത്തരവാദിത്വ നിയമത്തിൻ്റെ പരിധിക്ക് മുകളിലായിട്ട് പുറമെയായിട്ട് അംഗീകരിക്കണം എന്നുള്ളത് ശക്തമായിട്ട് ബാധിച്ചു വരുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഇത് മുഴുവൻ എത്ര എന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ കേന്ദ്ര സർക്കാരിനോട് അങ്ങനെ ഒരു അഭ്യർത്ഥന GST കൗൺസിൽ നടത്തുന്നതിന് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരായിരിക്കും തീരുമാനിക്കുക എത്രയാണ് പുറത്തുനിന്നുള്ള വായ്പ എടുക്കാൻ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷെ ഇതും വളരെ ശുഭകരമായിട്ടുള്ള തീരുമാനമാണ്. ഒരു വർഷത്തേക്കല്ല, പല വർഷങ്ങളിലേക്ക് ആവശ്യങ്ങൾ നോക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ മന്ത്രിമാരുടെ ഉപസമിതി കേരളത്തിൻ്റെ ആവശ്യങ്ങളോട് വളരെ അനുഭാവപൂർണമായിട്ട് നിലപാടാണ് എൻ്റെ അധ്യക്ഷൻ സുശീൽ മോഡിയും ബാക്കിയുള്ളവരും സ്വീകരിച്ചിട്ടുള്ളത്. GST കൗൺസിലാണോ ഇനി തീരുമാനമെടുക്കേണ്ടത്? ഈ 1% അതെ, GST കൗൺസിലാണ് തീരുമാനമെടുക്കുക. ആ തീരുമാനത്തിന് ശേഷമായിരിക്കും എന്തിലൊക്കെ ഇത് ഏർപ്പെടുത്തുന്നത്. ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് 1%ആണോ 2%? 1%. 2 വർഷം. അതുവരെയും 1% വരെ വർദ്ധിപ്പിക്കാം. ഇഷ്ടം പോലെ വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. കേരളത്തിൻ്റെ ആവശ്യം ഏതാണ്ട് ഇത് തന്നെയാണ്. നമ്മൾ നികുതിയുടെ പുറത്തൊരു സെസ്സായിരുന്നു, അതിന് പറ്റത്തില്ല. അത് പ്രയാസങ്ങളുണ്ട് പ്രായോഗികമായിട്ട്. ഇതിപ്പോൾ ഇതിനോടൊപ്പം ആ നികുതി കളക്ട് ചെയ്ത് പോകും. അപ്പോൾ അതെന്നാൽ സെസ്സിൻ്റെ രൂപത്തിലായിരിക്കും കളക്ട് ചെയ്യുന്നത്. നികുതിയുടെ രൂപത്തിൽ കളക്ട് ചെയ്യുമ്പോൾ അത് കോമ്പൻസേഷൻ നഷ്ടമാവും. അപ്പോൾ ഇത് കോമ്പൻസേഷനിൽ ഉൾപ്പെടുത്തത്തില്ല. ഇല്ല, അത് നമ്മൾ എത്ര ശതമാനം വെച്ച് പിരിക്കാൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ ആശ്രയിച്ചിരിക്കും. അത് ബഡ്ജറ്റിൽ പറയേണ്ട കാര്യമാണ്. അത് സംസ്ഥാനമായിരിക്കും. ഇല്ല, അത് ഞാൻ ബഡ്ജറ്റിൽ പറയാം. ഈ 10-ാം തീയതിയിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ്. അടുത്ത GST കൗൺസിലിൽ തന്നെ ധാരണയാവും. അതിനുശേഷം ആ കാര്യം മുമ്പോട്ട് പോകാൻ പറ്റും സംസ്ഥാനം. അതെ, 10-ാം തീരുമാനമാവും. വായ്പയുടെ കാര്യം കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ GST കൗൺസിൽ കേരളത്തിൻ്റെ അഭ്യർത്ഥനയ്ക്ക് പിന്തുണ നൽകിക്കഴിഞ്ഞാൽ അതിന് സാധ്യതയേറെയുണ്ട്. കൗൺസിലിൽ പൊതുവെ മറ്റു സംസ്ഥാനങ്ങൾ ഈ കേരളത്തിന് മാത്രമായി ഇങ്ങനെ പിരിക്കുന്നതിലുള്ള ഒരു നിലപാട് എന്താണ്? നേരത്തെ ഇല്ല, ഇത് കേരളത്തിന് മാത്രമായിട്ടല്ല, മറ്റുള്ള കേരളം ഒരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇനിയിങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്കും GST കൗൺസിലുമായിട്ട് ബന്ധപ്പെടാം. കൗൺസിലിൽ അനുകൂലമായ നിലപാടുണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല. ബീഹാർ ധനമന്ത്രി സുശീൽ മോഡിയല്ലേ അധ്യക്ഷത വഹിക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും. കലാമിറ്റികൾ വരുമ്പോൾ ഓരോ പ്രാവശ്യം കൗൺസിലുമായിട്ട് കൺസൾട്ട് ചെയ്യണം നമ്മൾ. നിശ്ചയമായിട്ടും ഭരണഘടന നിയമം പറയുന്ന അനുശാസിക്കുന്നതാണ്. GST കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടി സംസ്ഥാനങ്ങൾക്ക് എടുക്കാം എന്നാണ് അറ്റോർണി ജനറലിൻ്റെ. അപ്പോൾ കൗൺസിലിൻ്റെ അംഗീകാരം വാങ്ങണം. ഓരോ സംസ്ഥാനവും വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട് ചെയ്യാൻ. അപ്പോൾ അതിനനുവദിക്കാൻ GST കൗൺസിലിന് അധികാരമുണ്ട് എന്നുള്ള നിയമവ്യാഖ്യാനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതെ. 1.5 കോടി വരെ അനുമാന നികുതി കീഴിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. 1% നികുതി കൊടുത്താൽ മതിയാവും 1.5 കോടി വരെയുള്ളത്. വർഷത്തിൽ ഒരു പ്രാവശ്യം റിട്ടേൺ കൊടുത്താൽ മതി. ഇവിടെ കേരളത്തിലെ ഒരു 80% ഇടപാടുകാരും വർഷത്തിലൊരിക്കൽ മാത്രം റിട്ടേൺ കൊടുത്താൽ മതി എന്നുള്ള നിലയിലേക്ക് വരും. 1% നികുതി. സേവന നികുതിക്കും ഇതുപോലെ തന്നെ കോമ്പോസിഷൻ സ്കീം കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇപ്പോൾ 20 ലക്ഷം രൂപയൊക്കെ കൂടി വിറ്റ് വരുമാനമുള്ളവർക്കൊക്കെ 18% സർവീസ് ടാക്സാണ്. ഇത് വരുന്നതോടുകൂടി 5-8% കുറയും കോമ്പോസിഷൻ സ്കീം. ഈ 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുത്തു.
GST ഉപസമിതി യോഗം ദില്ലിയിൽ അവസാനിച്ചു. പ്രളയത്തിൽ സെസില്ലെന്നാണ് തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ RSP കേരള ഘടകത്തെ തള്ളി ദേശീയ നേതൃത്വം. ലിംഗസമത്വം ഉറപ്പാക്കുകയാണ് RSPയുടെ നിലപാടെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചതിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ MK പ്രേമചന്ദ്രന് തിരിച്ചടിയാണ് ക്ഷിതി ഗോസ്വാമിയുടെ നിലപാട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന NK പ്രേമേന്ദ്രൻ നിലപാടിന് വിരുദ്ധമാണ് പാർട്ടിയെന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കിയത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാണ് പാർട്ടി നിലപാടെന്ന് ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. എത്ര വർഷം പഴക്കമുള്ള ആചാരമാണെങ്കിലും സ്ത്രീ പുരുഷ സമത്വത്തിന് എതിരാണെങ്കിൽ തിരുത്തണമെന്നും അദ്ദേഹം അറിയിച്ചു. സുപ്രീം കോടതി വിധിക്കൊപ്പമാണ് പാർട്ടി. വിധി നടപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. We support Supreme Court decision for allowing the women to enter the Ayyappa Mandir. We support that stand. That is our stand. ശബരിമല വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് പ്രേമേന്ദ്രൻ നോട്ടീസ് നൽകിയിരുന്നു. UDF അംഗങ്ങൾക്കൊപ്പം പ്രേമേന്ദ്രൻ വാർത്താ സമ്മേളനവും നടത്തി. പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് പ്രേമേന്ദ്രൻ നിലപാടെന്ന് വ്യക്തമാക്കുന്നതാണ് ക്ഷിതി ഗോസ്വാമിയുടെ വാക്കുകൾ. ന്യൂസ് 18 ഡൽഹി. റഫാൽ ഇടപാടിൽ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് രേഖകൾ സമർപ്പിക്കാനായില്ലെങ്കിൽ പ്രതിരോധ മന്ത്രി രാജിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിന് നൽകിയ എന്ന് പറയുന്ന കരാറിൽ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ നിർമ്മല സീതാരാമൻ രാജിവെക്കണം. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ HALന് 1 ലക്ഷം കോടിയുടെ കരാർ നൽകിയിരുന്നതായും മന്ത്രി പറഞ്ഞു. ഒരു നുണ പറഞ്ഞാൽ അത് സാധൂകരിക്കാൻ ഒരുപാട് നുണകൾ പറയേണ്ടി വരുമെന്ന് പ്രതിരോധ മന്ത്രി ഓർക്കണമെന്നും രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ നിർമ്മല സീതാരാമൻ തള്ളി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് ആവർത്തിച്ച് കള്ളം പറയുന്നതെന്ന് നിർമ്മല ആരോപിച്ചു. രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്നും അവർ ട്വിറ്ററിൽ കുറിച്ചു.